ബി ജെ പിയിൽ അങ്ങനെ അവസാനത്തെ വെടിയും പൊട്ടി. ബി ജെ പി ഇവിടെ സൃഷ്ടിച്ചു വെച്ചത് കോഴിക്കോട് RSS ആണല്ലോ ആദ്യം വന്നത്. കോഴിക്കോട് ടാങ്കടി എന്ന് പറയുന്ന ആള്, സംഘപരിവാറുകാർ ടാങ്കടിജി എന്ന് പറയും. അതായത് കോഴിക്കോട് നിന്നാണ് തുടങ്ങി വെച്ചത്. അതിനുശേഷം അതിൻ്റെ ഒപ്പം നിന്ന ആളുകളാണ് പരമേശ്വർജി, അതുപോലെ തന്നെ O രാജഗോപാലന് ശേഷം വന്നു ഹരിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളവർക്കുണ്ട്. അങ്ങനെ കുറേ ആളുകൾ കൂടിയിട്ടാണ് ഇവിടെ നിന്നൊന്നും അന്നില്ല, സംഘപരിവാറോ സംഘമോ RSS ഒന്നുമില്ല, ഇവരായിട്ടാണ് തുടങ്ങി വെച്ചത്. ആ തുടങ്ങി വെക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്താ പദ്ധതികളുണ്ടായിരുന്നു. അവരൊരിക്കലും മോശക്കാരായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇന്നും O രാജഗോപാലോ അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ ആളുകൾ KG മാരാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ പരമേശ്വർജി, R ഹരി, ഇവരാരും അവരാരും തോന്നിവാസ വർത്തമാനങ്ങൾ എവിടെയും പറഞ്ഞിട്ടുമില്ല. അന്നുമില്ല ഇന്നുമില്ല. ഇവർക്കും പരമേശ്വർജി അടുത്ത കാലത്താണ് മരിച്ചത്. R ഹരി ഇപ്പോഴും ഉണ്ട്, ഹരിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായി, ഏകദേശം 90 വയസ്സിന് മേലെയായി. പക്ഷെ അവരൊന്നും പ്രജ്ഞയോട് കൂടിയിട്ട് അവരെന്ത് കാര്യം പറയുമ്പോഴും അവര് ആലോചിച്ച് മാത്രമേ പറയാറുള്ളൂ, ആലോചിക്കാതെ പറയാറില്ല. അവരുടെ തോന്നിവാസം പറയാറില്ല. രാജഗോപാലൻ പിന്നീട് BJP വന്നു. BJP വരുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ കക്ഷിയാകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല രാഷ്ട്രീയ കക്ഷിയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നുണ പറയണം, ഇടയ്ക്കിടയ്ക്ക് തോന്നിവാസം പറയണം, ഇടയ്ക്കിടയ്ക്ക് നെറുകേട് കാണിക്കണം, കുതികാലുവെട്ട് അത്യന്താപേക്ഷിതമാണ്, വോട്ട് കച്ചവടം നടത്തി രാഷ്ട്രീയ പാർട്ടി അവരിലൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള ധാരണയിലാണ് BJP യോട് നീങ്ങുന്നത്. പക്ഷെ കൂട്ടത്ത് കൂടിയപ്പോൾ ചന്ദനം ചാരിയവനെ ചന്ദനം മണക്കെന്ന് പറഞ്ഞ പോലെ അതിന് മറച്ചും പറയാം, നാറിയവനെ ചാരിയാൽ നാറാത്തവനും നാറും എന്ന് പറഞ്ഞ പോലെയായിരുന്നു രാജഗോപാലിന്റെ സ്ഥിതി. ഈ BJP പുതുതലമുറയുടെ ഒപ്പം നടക്കേണ്ടി വന്ന ഗതികേട് അദ്ദേഹത്തിന് മാത്രം ഉണ്ടായത്. അത് പരമേശ്വർജിക്കോ R ഹരി എന്ന് പറഞ്ഞ ആൾക്കോ അല്ലെങ്കിൽ KG മാരാരിക്കോ അദ്ദേഹം മരിച്ചുപോയി. അവർക്കും ഭാസ്കർജി, TV അനന്തൻ, ഇവർക്ക് RSS നേതാക്കന്മാർ, അവർക്കാർക്കും BJP ചെളി പുരണ്ടില്ല. പക്ഷേ ഏതോ ഒരു പൂർവജന്മ ശാപം മൂലമാണെന്ന് തോന്നുന്നു O രാജഗോപാലിന് ഇതിൽ നിന്ന് ചാടേണ്ടി വന്നു. ഞാനൊരിക്കൽ പെരിന്തൽമണ്ണയിൽ ഗീത നടത്തുന്ന സമയത്ത്, പെരിന്തൽമണ്ണയിൽ അന്ന് അവിടെ ഒരു പാടത്താണ് ആ ഗീത നടത്തുന്നത്, 18 ദിവസം നീണ്ടുക്കുന്ന ഗീത. അതിന് മുമ്പിൽ ഒരു സിനിമാ തിയേറ്ററൊക്കെ ഉണ്ട്. അവിടെ ഗീത നടത്തുന്ന സമയത്ത് അവിടെ CP ജനാർദ്ദനൻ എന്ന് പറഞ്ഞൊരാൾ വന്നു. അപ്പം ഞങ്ങളിവിടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ഗീത തുടങ്ങുന്ന ഒരു ഉദ്ഘാടന സമയമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം എന്തോ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സ് വല്ലാതെ തറച്ചു. നിന്റെ BJPയുടെ വർത്താനം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞാൻ RSSകാരനാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അതാ പറഞ്ഞത്. അന്നാണ് ഞാൻ ആലോചിച്ചത് ഇത് രണ്ടാണോ എന്ന് ആലോചിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, അതിനകത്ത് അങ്ങനെ പറഞ്ഞതെന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞു ഇത്ര മാത്രമാണ്, ഞങ്ങളൊക്കെ RSSകാരായത് ആരെയും തലയിൽ കയറിയിട്ട് നിരങ്ങാൻ വേണ്ടിയിട്ടല്ല, ആരുടെയും ഷൂസ് നക്കാൻ വേണ്ടിയിട്ടുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ചിന്താ പദ്ധതിയുണ്ട്, ഞങ്ങളുടേതായിട്ട് ദർശന പദ്ധതിയുണ്ട്. പക്ഷെ ഇവർക്കതൊന്നുമല്ല. വോട്ട് കിട്ടാൻ വേണ്ടി അവർ ഏത് നികൃഷ്ടതരവും ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അന്നേ പറഞ്ഞു, ഇത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് പറഞ്ഞത്, വളരെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ് പറഞ്ഞത്. ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ്, 22 വർഷമായിട്ട് 1998 മറ്റുള്ള സംഭവം അന്നേ പറഞ്ഞതാണ്. അത് വളർന്ന് വികസിച്ച് പടർന്ന് പന്തടിച്ചപ്പോൾ എന്തായി കൃത്യമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പഴയ ആളുകൾക്ക്, ഈ മുമ്പ് പറഞ്ഞ ആളുകൾ R ഹരി അല്ലെങ്കിൽ പരമേശ്വർജി പോലുള്ള ആളുകൾക്ക് പോലും ഒട്ടും തഥ്യമല്ലാത്ത, അവർക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൊള്ളരുതായ്മകൾ മാത്രം ചെയ്തു കൂട്ടുന്ന ആളുകളായി സംഘപരിവാറിൻ്റെ പേരും പറഞ്ഞു നടക്കുന്ന BJPക്കാർ.
BJPക്ക് സംഘപരിവാറിൻ്റെ പേരും BJP എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ, ഞാൻ കേരളത്തിലെ BJPക്കാരെ കുറിച്ച് പറയുന്നത്. അവിടെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. അവിടെയുള്ള കാര്യങ്ങൾ അവർ നോക്കിക്കോളും, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അവിടെ മോഡിയുണ്ട്, അമിത്ഷാൻ്റെ എന്തരായിക്കോട്ടെ, ഇവിടുത്തെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കൂടിയപ്പോൾ ചാണകത്തിൽ മുങ്ങിയനെ പോയിട്ട് കെട്ടിപ്പിടിച്ചാൽ ചാണകം മണക്കുമല്ലോ, ഉറപ്പാണല്ലോ. ആ ഒരവസ്ഥയാണ് കാലങ്ങളായിട്ട് O രാജഗോപാൽ അനുഭവിച്ചു വന്നിരുന്നത്. അതിന് അദ്ദേഹത്തിന് വലിയ മനസ്താപം ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴായിട്ട് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. തൻ്റെ മക്കളൊക്കെ, തൻ്റെ കീഴാദികളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള അലവലാദികളായി പോയല്ലോ, താന്തോന്നികളായി പോയല്ലോ എന്നുള്ള വേവലാതി അദ്ദേഹത്തിനുണ്ട്. നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വർഗമായി മാറി, ഒരു കൂട്ടം ആൾക്കാരായിട്ട് മാറി, ഒരു കേഡർ, ഒരു സംഘടനയാകുന്ന സമയത്ത് അതിനൊരു ഫെഡറൽ സംവിധാനം ഉണ്ടാക്കണം. അതിനൊരു തലതൊട്ടപ്പനുണ്ടായിരിക്കണം, പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, വൈസ് പ്രസിഡന്റുമാരുണ്ടായിരിക്കണം, സെക്രട്ടറിമാരുണ്ടായിരിക്കണം, കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം. അതൊന്നുമില്ല. ആയതുകൊണ്ട് തന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞു പോയി ഇവിടുത്തെ BJP സംവിധാനം. കുറെ ആൾക്കാർ കയറി വരും, കുറെ ആൾക്കാർ ഇറങ്ങിപ്പോവും. ആരാണ് കയറി വരുന്നത്, ആരാണ് ഇറങ്ങിപ്പോകുന്നത്? BJPയുടെ പ്രസിഡന്റുമാർ മുഴുവൻ കണ്ണീരും കൈയായിട്ട് ഇറങ്ങിപ്പോയവരാ. രാമൻപിള്ള ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലെ അറിയില്ല. ശ്രീധരൻ മാഷ്ട കാര്യം ഏതെങ്കിലും തൃശ്ശൂർ വല്ല വേദിയുടെ എൻ്റെ നടുവിൽ പ്രതിഷ്ഠ നടത്തും, അവിടെ കൊണ്ട് കയറ്റിയിരുത്തും, അത്രമാത്രം. ഒരാൾ ജോലി കിട്ടിപ്പോയി, അയാൾ പിന്നെ തിരിച്ചു വരില്ല, സുഖമായി, അയാളുടെ ജീവിതം മുഴുവൻ സുഖമായി. ശ്രീധരൻ പിള്ള അവിടെ ആനസ്തനസ്ഥനായി ആണി അടിച്ചുറപ്പിച്ചു. അയാൾ രക്ഷപ്പെട്ടു. അപ്പോഴും രാഷ്ട്രീയത്തിലെല്ലാം രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കണം. PP മൂന്നൻ ഏറ്റവും കൂടുതൽ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. PP മൂന്നൻ ഇന്നും തന്നെ ഉപേക്ഷിച്ചു പോയി കാമുകിയുടെ പുറകിൽ പോകുന്ന കാമുകി ഒന്ന് പ്രസവിച്ചു പറഞ്ഞു, കണ്ടോ അവള് പോയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ട് 10ാം മാസം പ്രസവിച്ചു, 2ാമതും ഗർഭം, ആദ്യത്തെ കുട്ടിക്ക് 1 വയസ്സായില്ലോ, അതെ കട്ടോ 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 കട്ടോ. ഇയാൾക്കാ വിഷമം. അവളുടെ സാരി ഒന്ന് കീറി കണ്ടല്ലേ, സാരി ഒന്ന് അതിൻ്റെ ഒരു രൂപം മങ്ങി കണ്ടോ 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 കണ്ടോ. ആ പെണ്ണ അതിനെ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ഒപ്പം പോയതാ. ഇയാൾക്കെന്താ വിഷമം? ഇതുപോലെ PP മൂന്നൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മണത്തണയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, BJP നന്നാവില്ല, BJP നന്നാവില്ല, BJP ആൾക്കാർ നന്നാവില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ അവരെ ഉപദേശിച്ചാണ്, ഞങ്ങളെ പോലുള്ള അഥവാ എന്നെ പോലുള്ള ആൾക്കാരെ ഉപദേശം സ്വീകരിക്കാതിരുന്ന പണ്ടാരടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആഴ്ചയിൽ പാവം ചിന്നൻ്റെ വിളിച്ചു പറഞ്ഞ പോലെ ഇങ്ങനെ വിളിച്ചു പറയും. കീഴ്ശ്വാസം പോകുമ്പോഴുള്ള കീഴ്ശ്വാസം പോകുമ്പോൾ ചില ആൾക്കാർ അയ്യേ എന്ന് പറയും. ആ വികാരം പോലും പ്രദർശിപ്പിക്കാതെ BJPക്കാരും ആണ് അവിടുത്തെ സ്ഥിതി. പുതിയ വെള്ളം വരുമ്പോൾ പഴയ വെള്ളം ഒഴുക്കി വിടും. PM വേലായുധൻ്റെ കണ്ടുപിടുത്താണത്. PM വേലായുധൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും കിട്ടിയില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും കരഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ 6ാമത്തെ തവണ ഇത് കൊടുത്തിട്ടുണ്ട്, വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി 10 ദിവസം കൂടി, ഇപ്പോൾ 1 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം? 10 ദിവസം കഴിഞ്ഞാൽ വീണ്ടും 10 ദിവസം കൊടുക്കും. അവരെന്താ ചെയ്യുക? അവരെവിടേക്കാ പോവുക? മാർഷൽ വാർഡിന് പോയി അവർ ചൂലെടുത്ത് കൊടുക്കും. എന്തിനാണ്? ഈ വാർഡ് മുതൽ ആ വാർഡിൻ്റെ അറ്റം വരെ ചൂലെടുത്ത് അടിച്ചു വാരും. എവിടെ? മതിൽ ഇലക്ഷൻ വരികയാണ് എഴുതാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഓടിക്കയറി ചെന്നുകൊണ്ട് അച്യുതാനന്ദനാവാൻ പറ്റില്ലല്ലേ, പിണറായി ആവാൻ പറ്റില്ല. അവിടേക്ക് പിണറായി വലിയ അച്യുതാനന്ദനാണെങ്കിൽ ഒരു 50 വർഷമെങ്കിലും പിടിക്കും. അപ്പം അവിടെ ചെന്നിട്ട് കാര്യമില്ല, ഓടിച്ചെന്നിട്ട് കയറിയിട്ട് അവിടെ. അപ്പോൾ അതിനെ പറ്റി കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ സ്ഥിതി അതിനേക്കാൾ പരിതാപകരമാണ്. കാരണം 90 വയസ്സായ ആൾ പോലും, KV തോമസ് പോലും ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളാ. സീറ്റ് വേണത്രേ, ചോദിച്ചു വാങ്ങുക, അടികൂടി ചോദിച്ചു വാങ്ങുക. നല്ലൊരു നേതാവാണെങ്കിൽ ഇങ്ങോട്ടും ഒന്ന് പറയണം, നിങ്ങൾ ആ സ്ഥാനം വഹിക്കുന്നേ, നിങ്ങൾ എത്ര ഇലക്ഷൻ നിൽക്കുന്നേ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ചോദിച്ചു വാങ്ങാല്ലേ, ഞാൻ വിട്ടുപോവും, ഞാൻ തല്ലിപ്പിരിയും, ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കൂമ്പാരമാണ് കോൺഗ്രസ്. ആയതുകൊണ്ട് തന്നെ ഈ അടുക്കളപ്പുറത്ത്, BJPയുടെ അടുക്കളപ്പുറത്ത് നിന്ന് ഏറ് കിട്ടിയ ഏറ്, ചോറ് കിട്ടിയ ചോറ് എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ഗതികേടാണ് ശോഭാ സുരേന്ദ്രനും PM വേലായുധനെ പോലുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. ഏതായാലും ഒരു രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് രാജഗോപാൽ വലിയ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. റെയിൽവേ കയ്യിൽ കിട്ടിയ സമയത്ത് കേരളത്തിലെ റെയിൽവേക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു, ആരും നിഷേധിക്കുന്നില്ല.
കേരളത്തിന് ഇനി എത്ര കാലം നീണ്ടു കഴിഞ്ഞാൽ 14 കൊല്ലം കഴിഞ്ഞാലും കേരളത്തിലുണ്ടായ ആദ്യത്തെ BJP MLA ആ സ്ഥാനം ഇനി വേറെ ആൾക്ക് കിട്ടില്ല. അദ്ദേഹം നേടാക്കി നേടി അദ്ദേഹം പോകുന്ന സമയത്ത് ഏതായാലും ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിലെ വേവലാതി വിളിച്ചു പറഞ്ഞു, ഇത് ഒരിക്കലും നേരെയാവാൻ പോണില്ല. BJP നേരെയാവാൻ പോണില്ല എന്ന് പറഞ്ഞേക്കാൾ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഭരണം അത്യുത്തമമാണ്. പോരെ, ഇലക്ഷൻ വരാൻ പോവുക. ഞാൻ ഈ പറയുന്ന ദിവസം മേലെ കൂടെ പറന്നു പോയിരിക്കുകയാണ് നമ്മുടെ സാക്ഷാൽ നരേന്ദ്രമോദി. പിണറായി വിജയൻ ശരിയല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ശരിയല്ല, BJP വന്ന കേരളത്തിൽ തേനും പാലും ഇങ്ങനെ ഒഴുകും ആലുവാപ്പുഴയിലൂടെ. അതുകൊണ്ട് ആലുവാപ്പുഴയുടെ തീരത്താണ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അവിടെ തേനും പാലും ഒഴുകും, ഞങ്ങൾ ഒഴുക്കി കാണിക്കുന്നുണ്ടല്ലോ, തേനും പാലും ഒഴുക്കി കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ പെട്രോൾ പമ്പിൽ പോയി. പെട്രോൾ അടിച്ചപ്പോൾ അവർ പറഞ്ഞു എത്രയാ, 92 രൂപ 55 പൈസ. എൻ്റെ സുഹൃത്തെ, നിങ്ങളത് 100 രൂപയാക്ക്. ഒരു സുഖം ഉണ്ടല്ലോ. അവിടെ ചെന്നു ആ നോട്ട് എടുത്തതിനെ കാണിച്ചു, 500 രൂപ കൊടുത്തു, 5 ലിറ്റർ പെട്രോൾ അടിച്ചു. എന്തൊരു സുഖം! ഇത് 92 രൂപ 88 പൈസ, 91 രൂപ 33 പൈസ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രധാനമന്ത്രിയോട് പറയാനുള്ളത് 100 രൂപയാക്ക്. കൊല്ലുമ്പോൾ കഴുത്ത് വെട്ടിക്കൊല്ലും, തൊലി പൊളിച്ചു കൊല്ലരുത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കുന്തത്തും കയറ്റി പണ്ട് ഡ്രാക്കുള എന്ന് പറഞ്ഞ റൊമാനിയ അവിടെ ഒരു രാജാവുണ്ടായിരുന്നു. അയാള് ഈ കുന്തത്തും കയറ്റി നിർത്തും. എന്നിട്ട് അവൻ മരിക്കുന്നത് 90 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. എന്തായിരിക്കും ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനെ കൊല്ലരുത്. ഇപ്പം എന്നെ കയറി വരികയാണ്. 91, 91, 91, 92. ഇപ്പൊ തിരുവനന്തപുരത്ത് 92ആയി. 7 ദിവസം കയറി പോകുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ തേനും പാലും ഒഴുക്കല്. 50 രൂപയ്ക്ക് പെട്രോള്, വോട്ടും കൊടുത്തു എല്ലാവരും. ഇപ്പൊ 92ആയി. ഇപ്പോൾ ലേലം വിളിച്ചോണ്ടിരിക്കുക. 92, നാളെ 93. ഉറപ്പാണ്. എന്തായാലും ചരിത്രം സൃഷ്ടിക്കുന്ന കാര്യം ഉറപ്പായി. സെഞ്ചുറി അടിക്കും, ഉറപ്പായി. 100 രൂപ അടിക്കും. സമാധാനമാണ്. നമുക്ക് മോട്ടോർ സൈക്കിൾ ഉണ്ടെന്ന് പോക്കറ്റിൽ നിന്ന് 500 രൂപ നോട്ട് എടുത്ത് 5 ലിറ്റർ വെച്ച് നമുക്ക് പോകാം. ഈ ചേഞ്ചിനൊക്കെ ചിക്കുന്ന അതിൻ്റെ ആകെ തീയേടില്ലെന്ന് അർത്ഥം. പൈസ കൊടുക്കുമ്പോൾ ചേഞ്ച് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാളുടെ മകൻ തള്ളു. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അത് 100 രൂപയാക്കും. 100 രൂപ കഴിഞ്ഞാൽ പിന്നെ 110 ആക്കും. 110, 120 ആക്കി. ഈ ചില്ലറ പൈസയുടെ പരിപാടി മാറ്റി വെക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആലുവാപ്പുഴയോരത്ത് തേനും പാലും ഒഴുക്കി ഈ പുഴയിൽ കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇന്ന് മോഡി വരുന്നത് ഇവിടെ. ആ മോഡി വരുമ്പോൾ അദ്ദേഹം കേരളത്തിലെ പത്രം എടുത്ത് നിവർത്തി വായിക്കുമ്പോൾ എന്താ കാണുന്നത്? കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി, കേരളം കണ്ട ഏറ്റവും നല്ല ഭരണം, കേരളം കണ്ട ഏറ്റവും നല്ല സർക്കാർ ഈ ഇടതുപക്ഷ സർക്കാരാണ്. ആരാ പറഞ്ഞത്? ഈ മോഡി RSS കൃത്യമായിട്ട് പറയാൻ പഠിക്കുന്നതിന് മുമ്പ് RSSനെ കുറിച്ച് അറിഞ്ഞ് സാക്ഷാൽ രാജഗോപാലൻ. രാജഗോപാലിനെ പുറത്താക്കാൻ പറ്റുമോ? രാജഗോപാലാണ് കേരളത്തിൽ BJP ഉണ്ടാക്കിയത്. അദ്ദേഹം ഇത്രേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു. അപ്പോഴും ചിഹ്നന്റെ പിടിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹം നല്ല പ്രജ്ഞയോട് കൂടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് തോന്നിയ കാര്യം ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം BJPയുടെ പോക്ക് ശരിയല്ല. അതിൻ്റെ സിസ്റ്റം, അതിൻ്റെ ആന്തരികം ഇന്റേണൽ സിസ്റ്റം അത് തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. മാറ്റവും കൂടി മാത്രമേ അതിനകത്ത് പുറത്തു വരുന്നുള്ളൂ. അദ്ദേഹം മാഴിക്ക് 40 വട്ടം പലപ്പോഴായിട്ട് പറഞ്ഞതാണ്. ശബരിമല പ്രശ്നം വന്ന സമയത്ത് അദ്ദേഹം പത്രക്കുറിപ്പ് ഇറക്കി. യുവതികൾ കയറിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചിട്ട് നിങ്ങളെല്ലാവരും കണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നാക്ക് തന്നെ അവര് പിടിച്ച് വളച്ച് കെട്ടി തിരിച്ച് വേറെ തരത്തിലാക്കി പറയിപ്പിച്ചു. അതിലും അദ്ദേഹത്തിന് മനസ്താപം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയിട്ടാണ് നിയമസഭയിൽ വെച്ചിട്ട് അദ്ദേഹം വോട്ട് ചെയ്യുമ്പോൾ മുഴുവൻ ആ സമയമാകുമ്പോൾ അദ്ദേഹം മുഴുവൻ വോട്ട് കുത്തുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രസ്ഥാനങ്ങൾക്ക് അനുകൂലമായിട്ടാണ്. അത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ഏതായാലും അവസാനത്തെ വെടിയും പൊട്ടിച്ചു. ഈ BJP കേരളത്തിൽ പണ്ടാരടങ്ങും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഇലക്ഷന് ജയിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞേക്കാൾ മനോഹരല്ലേ ഈ ഇലക്ഷനിൽ പിണറായി വിജയനെ ജയിക്കൂ എന്ന് പറഞ്ഞത്? അതാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തമിഴ്നാട്ടിലാണ്. ഇവിടെ DMK ഉണ്ട്, ADMK ഉണ്ട്. ഏത് ജയിച്ചാൽ എനിക്ക് പ്രശ്നമില്ല.
ADMK ആണോ DMK ആണോ അതിൻ്റെ നേതാക്കന്മാരായിരുന്ന പോലെ എനിക്കറിയില്ല. കേരളത്തിലെ കാര്യം അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും കേരളത്തിൽ ആണല്ലോ 10-60 കൊല്ലം ജീവിച്ചു, അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു എന്നല്ലാതെ അടുത്ത വർഷം പിണറായി വിജയൻ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റെ എന്തായാലും പറയുക അമ്മായിയച്ഛനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയച്ഛനോ ചെറിയച്ഛനോ ഒന്നും അല്ല. ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. രാജഗോപാലിൻ്റെ ചിന്താ പദ്ധതി, അതാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പങ്കുവച്ചത്. രാജഗോപാൽ ഇത്രയും പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുൾ ഇത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് മടുത്തു, ചാണകക്കുഴിയിൽ കിടന്ന് മടുത്തു, ചാണകം തിന്നും മൂത്രം കുടിച്ചും മടുത്തു. അദ്ദേഹം തുറന്നു പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ശരിയാവൂല, ഈ BJP ശരിയാവില്ല, അത് നേരെയാവില്ല എന്ന് തുറന്നു പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ രസം എന്താ വെച്ചാൽ ആരെങ്കിലും പുറത്തു പോയി ഉടനെ തന്നെ പിന്നെ അവഹേളനമാണ് ഇവരുടെ പ്രധാന പരിപാടി. പുറത്തുപോയി അവഹേളനമാണ്. മേജർ രവി പുറത്തു പോയപ്പോൾ പറഞ്ഞു അവർ 50 രവിമാർ വരും എന്ന് പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ പുറത്തു പോയപ്പോൾ പറഞ്ഞു അവര് ഒരു സ്ത്രീക്ക് അനുരൂപമായ രീതിയിലല്ല നടക്കുന്നത്, ഭർത്താവിനെ ഉപേക്ഷിച്ച് വേറൊരാളോടൊപ്പം കിടന്ന് നടക്കുകയാണെന്നുള്ള ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ അവരെ അവമാനിച്ചു. ഇവരൊക്കെ അത് മനസ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ 10 ദിവസം അവധി കൊടുത്തിട്ടുണ്ട്, 9 ദിവസം ഒരു ദിവസം കഴിഞ്ഞു, ഇനി 9 ദിവസം കഴിയുമ്പോൾ പൊട്ടിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയില്ല. അതങ്ങനെ. ഇതിനിടയിൽ വേറൊരു രസം, ഇപ്പം ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ മൂലാധാരം വാസ്തവത്തിൽ അബ്ദുള്ളക്കുട്ടിയാണ്. ഇവിടെ എത്രയും ആളുകൾ വഞ്ചി കുത്തി നടക്കാൻ തുടങ്ങിയ കാലം കുറേ, കൈകുത്തി നടക്കാൻ കഴിഞ്ഞൊരു കാലം കുറേ. അവരെല്ലാവരും മേലെ കൂടെ പറത്തിക്കൊണ്ടുപോയിട്ട് അയാളെ അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാളെ, വേറെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു, അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാളെ അവിടെ കൊണ്ടുപോയിട്ട് പ്രതിഷ്ഠിച്ച ആ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ഈ തിരയിളക്കത്തിന് കാരണം. അത് സത്യമാണ്. ഇതിനോട് അനുബന്ധമല്ലാത്തൊരു കാര്യം കൂടി പറയാം. നമ്മൾ കേരളം കണ്ടിട്ടുള്ള ഒരുപാട് മഹാത്മാക്കളിൽ ഒരാളാണ്, ഒരു പുണ്യാത്മാവാണ് ഈ ശ്രീധരൻ. നമുക്കെല്ലാവർക്കും അറിയാം, മെട്രോ ശ്രീധരൻ. ഈ അടുത്ത കാലത്ത് പല ചാനലുകളും, നമ്മുടെ എരപ്പാളികളെ പോലെ കുറേ ചാനലുകളുണ്ടല്ലോ, ഇവരൊക്കെയും പറഞ്ഞു ഈ ശ്രീധരൻ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. അത് പറയാനൊരു കാരണമുണ്ട്. അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാൻ അവിടെ ആരുമില്ല. അടുത്ത മുഖ്യമന്ത്രി K. സുരേന്ദ്രൻ നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധിക്കും അത്? അതിൻ്റെ അവരുടെ പ്രശ്നം ഇതാണ്, അവിടെ തലയെടുപ്പുള്ളൊരു നേതാവില്ല. കുറേ ലിഭ്യന്മാർ, കുറേ മണോടാഞ്ചന്മാർ മാത്രമുണ്ട്. എടുത്തു കാണിക്കാൻ പറ്റിയൊരു നേതാവില്ല, ഒരു നേതാവെങ്കിലും ഇല്ല എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവാണ്, ആ ഒരു ബോധമാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേര് കൊണ്ടുവയ്ക്കാനുള്ള കാരണം. ഈ ശ്രീധരൻ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അത് 2 ദിവസം കേട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ തന്നെ നേരിട്ട് എനിക്ക് ബന്ധപ്പെടാൻ സൗകര്യമുണ്ട്. അദ്ദേഹമായിട്ടല്ല, അദ്ദേഹത്തോട് ബന്ധപ്പെട്ടവരോട് ബന്ധപ്പെടാൻ. അങ്ങനെ ഈ സംഭവം അറിഞ്ഞിട്ട് തന്നെയില്ല. അങ്ങനെ ഇത് മറ്റേ പത്രത്തിലൂടെ അറിഞ്ഞിട്ടില്ല, ഈ ആൻഡ്രോയിഡ് ഫോണിലൂടെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ സംഭവം. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ തന്ത ചെയ്ത ശരി, മറ്റുള്ളവർ ചെയ്ത തെറ്റ്. എൻ്റെ ഒരു പയ്യൻ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ ഞങ്ങളുടെ വീടിൻ്റെ അകലിൽ അടി നടക്കണം. എൻ്റെ അച്ഛന് വേറെ കുറേ ആൾക്കാർ കൂടി തല്ലുകയാണ്, എൻ്റെ അച്ഛനെ വേറെ ഒരുത്തൻ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 9 മണിക്കാണ് അടി തുടങ്ങിയത്. ഇപ്പോൾ മണി 12 കേട്ടോ, കൃത്യം 11 കൃത്യം 9 മണിക്കാണ് അടി തുടങ്ങിയത്. അപ്പോൾ അവർ പോലീസുകാർ വിളിച്ചു ചോദിച്ചു, അപ്പോൾ നീ 9 മണിക്ക് അടി തുടങ്ങിയിട്ട് 11 മണിക്കാണോടാ വിളിച്ചു പറയുക? അല്ല സാർ, ഇതുവരെ എൻ്റെ അച്ഛനാ ജയിച്ചിരുന്നിരുന്നേന്ന്. അപ്പം അച്ഛൻ കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യം. അച്ഛൻ പിടിച്ച് ആരെയും പിടിച്ച് തല്ലിക്കഴിഞ്ഞാൽ അവന് സന്തോഷം. തിരിച്ച് അച്ഛന് തല്ല് കിട്ടിക്കഴിഞ്ഞാലോ? അപ്പോൾ പോലീസ് വിളിച്ചു പറയും. ഈ ഒരു സ്വഭാവം മാറ്റേണ്ടതുണ്ട്. ഇവിടെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ആരാണെങ്കിലും BJP ആണെങ്കിലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് വിളിച്ചു പറയാൻ പഠിക്കണം. എങ്കിൽ മാത്രമാണ് ചീത്ത ചെയ്യാതിരിക്കുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ കടക്കുള്ളൂ.
ശരികളെ ശരികളെന്നറിയാൻ അവരെ പഠിപ്പിക്കണം. തെറ്റുകളെ തെറ്റുകളെന്നറിയുന്നവൻ ഒരിക്കലും ശരിയല്ലായ്മ കാണിക്കില്ല. പക്ഷെ നമ്മുടെ സ്വഭാവം എന്താണ്? കോൺഗ്രസ്സുകാർ എന്ത് തെറ്റ് ചെയ്താലും കോൺഗ്രസ്സുകാർ കൈയടിച്ചു പാസ്സാക്കും. ഒരാൾക്കാരെ അതിനപ്പുറത്തുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ എന്ത് തെറ്റ് ചെയ്താലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഓക്കെയാണ്. അതല്ല വേണ്ടത്. ആരാണ് ശരി അവരുടെ അടിയിൽ റൈറ്റ് മാർക്കിട്ട് കൊടുക്കണം. നിങ്ങളാണ് ശരി. ആരാണ് തെറ്റ് അവരെ വിട്ടിട്ട് കൊടുക്കണം. ഏതായാലും ഒ രാജഗോപാൽ ഇന്നൊരു അഖിലേന്ത്യാ ലീഡർ കൂടിയാണ് അദ്ദേഹം വാസ്തവത്തിൽ. വാജ്പേയി അതുപോലെ മുരളി മനോഹർ ജോഷി ആ ഒരു നിലയാണ് രാജഗോപാലിനുള്ളത്. അദ്ദേഹമാണ് പരസ്യമായിട്ട് എല്ലാവരും കേൾക്കെ പറഞ്ഞത് ഇടതുപക്ഷ ഭരണം നല്ല ഭരണം എന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്ന വാക്കുകളാണ്. അവിടെ ഒരു നിമിഷത്തേക്കെങ്കിലും അദ്ദേഹം രാഷ്ട്രീയം മറന്നു എന്നുള്ളതാണ് സത്യം. അത് നല്ലൊരു പ്രവണതയാണ്. ആ പ്രവണതയ്ക്ക് മാറ്റ് കൂടിക്കൂടി വരട്ടെ. നമസ്കാരം.